ചായക്കപ്പിലെ പ്രണയം. കോട്ടയത്തെ ഒരു ചെറിയ പുസ്തകശാലയിൽ ജോലി ചെയ്യുകയായിരുന്നു രാഹുൽ. പുസ്തകങ്ങളായിരുന്നു അവന്റെ ലോകം. പഴയ കഥകൾ വായിച്ചും മഴ പെയ്യുമ്പോൾ ചായ കുടിച്ചും ശാന്തമായി ജീവിക്കാൻ അവനിഷ്ടമായിരുന്നു. പക്ഷേ ജീവിതത്തിലൊരു കുറവുണ്ടായിരുന്നു. അവനെ മനസ്സിലാക്കുന്ന ഒരാൾ. ഓരോ ദിവസവും ആളുകൾ പുസ്തകങ്ങൾ വാങ്ങാൻ വരും, സംസാരിക്കും, പോകും. പക്ഷേ ആരും അവന്റെ ജീവിതത്തിൽ നിലനിന്നിരുന്നില്ല. ഒരു ജൂലൈ മാസത്തിലെ മഴയുള്ള വൈകുന്നേരമായിരുന്നു അത്. പുറത്ത് ശക്തമായ മഴ പെയ്യുകയായിരുന്നു. പുസ്തകശാലയിൽ ആളുകൾ കുറവായിരുന്നു. അപ്പോൾ വാതിൽ തുറന്നൊരു പെൺകുട്ടി അകത്ത് കയറി. കറുത്ത കുട കയ്യിൽ, മഴയിൽ അല്പം നനഞ്ഞ മുഖം, കണ്ണുകളിൽ അതിശയകരമായ ഒരു ശാന്തത. അവൾ നേരെ കവിതകളുടെ ഭാഗത്തേക്ക് നടന്നു. കുറച്ചുനേരം പുസ്തകങ്ങൾ നോക്കിയ ശേഷം അവൾ ഒരു പുസ്തകമെടുത്തു. "ഈ എഴുത്തുകാരന്റെ പുസ്തകങ്ങൾ നല്ലതാണോ?" അവൾ ചോദിച്ചു. രാഹുൽ പുസ്തകത്തിലേക്ക് നോക്കി ചിരിച്ചു. പ്രണയം വിശ്വസിക്കുന്നവർക്ക് വളരെ ഇഷ്ടപ്പെടും. അവൾ ചെറുതായി ചിരിച്ചു. "അപ്പോൾ എനിക്കിഷ്ടപ്പെടുമെന്ന് തോന്നുന്നു." ആ വാക്കുകൾ കേട്ട് രാഹുലിന്റെ മനസ്സ് അപ്രതീക്ഷിതമായി സന്തോഷം നിറഞ്ഞു. "ഞാൻ നന്ദിത," അവൾ പറഞ്ഞു. രാഹുൽ. ആ ദിവസം അവൾ പുസ്തകം വാങ്ങിപ്പോയി. പക്ഷേ അടുത്ത ദിവസവും അവൾ വന്നു. പിന്നീടതൊരു പതിവായി മാറി. ഓരോ വൈകുന്നേരവും നന്ദിത പുസ്തകശാലയിലെത്തും. പുസ്തകങ്ങൾ നോക്കും, രാഹുലിനോട് സംസാരിക്കും. അവൾക്ക് കവിതകൾ വളരെ ഇഷ്ടമായിരുന്നു. ചില കവിതകൾ വായിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതം തന്നെയാണെന്ന് തോന്നാറുണ്ടോ? അവൾ ചോദിക്കും. "ഉണ്ട്," രാഹുൽ പറയും. "ചില ആളുകളും അങ്ങനെ തന്നെയല്ലേ? കണ്ട നിമിഷം തന്നെ പരിചിതരായി തോന്നും." ആ വാക്കുകൾ കേൾക്കുമ്പോൾ രാഹുലിന്റെ ഹൃദയം വേഗത്തിലിടിക്കും. ഒരു ദിവസം മഴ ശക്തമായി പെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുസ്തകശാല അടയ്ക്കാൻ സമയമായി. "മഴ തീരുന്നതുവരെ അടുത്തുള്ള ചായക്കടയിൽ പോകാമോ?" രാഹുൽ ചോദിച്ചു. നന്ദിത ചിരിച്ചു. അവർ ചെറിയ ഒരു ചായക്കടയിൽ പോയി. ചൂടൻ ചായയുടെ മണവും മഴയുടെ ശബ്ദവും ചേർന്ന് ആ നിമിഷം അതീവ മനോഹരമായി. ചായക്കപ്പിലെ പ്രണയം. കോട്ടയത്തെ ഒരു ചെറിയ പുസ്തകശാലയിൽ ജോലി ചെയ്യുകയായിരുന്നു രാഹുൽ. പുസ്തകങ്ങളായിരുന്നു അവന്റെ ലോകം. പഴയ കഥകൾ വായിച്ചും മഴ പെയ്യുമ്പോൾ ചായ കുടിച്ചും ശാന്തമായി ജീവിക്കാൻ അവനിഷ്ടമായിരുന്നു. പക്ഷേ ജീവിതത്തിലൊരു കുറവുണ്ടായിരുന്നു. അവനെ മനസ്സിലാക്കുന്ന ഒരാൾ. ഓരോ ദിവസവും ആളുകൾ പുസ്തകങ്ങൾ വാങ്ങാൻ വരും, സംസാരിക്കും, പോകും. പക്ഷേ ആരും അവന്റെ ജീവിതത്തിൽ നിലനിന്നിരുന്നില്ല. ഒരു ജൂലൈ മാസത്തിലെ മഴയുള്ള വൈകുന്നേരമായിരുന്നു അത്. പുറത്ത് ശക്തമായ മഴ പെയ്യുകയായിരുന്നു. പുസ്തകശാലയിൽ ആളുകൾ കുറവായിരുന്നു. അപ്പോൾ വാതിൽ തുറന്നൊരു പെൺകുട്ടി അകത്ത് കയറി. കറുത്ത കുട കയ്യിൽ, മഴയിൽ അല്പം നനഞ്ഞ മുഖം, കണ്ണുകളിൽ അതിശയകരമായ ഒരു ശാന്തത. അവൾ നേരെ കവിതകളുടെ ഭാഗത്തേക്ക് നടന്നു. കുറച്ചുനേരം പുസ്തകങ്ങൾ നോക്കിയ ശേഷം അവൾ ഒരു പുസ്തകമെടുത്തു. "ഈ എഴുത്തുകാരന്റെ പുസ്തകങ്ങൾ നല്ലതാണോ?" അവൾ ചോദിച്ചു. രാഹുൽ പുസ്തകത്തിലേക്ക് നോക്കി ചിരിച്ചു. പ്രണയം വിശ്വസിക്കുന്നവർക്ക് വളരെ ഇഷ്ടപ്പെടും. അവൾ ചെറുതായി ചിരിച്ചു. "അപ്പോൾ എനിക്കിഷ്ടപ്പെടുമെന്ന് തോന്നുന്നു." ആ വാക്കുകൾ കേട്ട് രാഹുലിന്റെ മനസ്സ് അപ്രതീക്ഷിതമായി സന്തോഷം നിറഞ്ഞു. "ഞാൻ നന്ദിത," അവൾ പറഞ്ഞു. രാഹുൽ. ആ ദിവസം അവൾ പുസ്തകം വാങ്ങിപ്പോയി. പക്ഷേ അടുത്ത ദിവസവും അവൾ വന്നു. പിന്നീടതൊരു പതിവായി മാറി. ഓരോ വൈകുന്നേരവും നന്ദിത പുസ്തകശാലയിലെത്തും. പുസ്തകങ്ങൾ നോക്കും, രാഹുലിനോട് സംസാരിക്കും. അവൾക്ക് കവിതകൾ വളരെ ഇഷ്ടമായിരുന്നു. ചില കവിതകൾ വായിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതം തന്നെയാണെന്ന് തോന്നാറുണ്ടോ? അവൾ ചോദിക്കും. "ഉണ്ട്," രാഹുൽ പറയും. "ചില ആളുകളും അങ്ങനെ തന്നെയല്ലേ? കണ്ട നിമിഷം തന്നെ പരിചിതരായി തോന്നും." ആ വാക്കുകൾ കേൾക്കുമ്പോൾ രാഹുലിന്റെ ഹൃദയം വേഗത്തിലിടിക്കും. ഒരു ദിവസം മഴ ശക്തമായി പെയ്തുകൊണ്ടിരിക്കുമ്പോൾ
പുസ്തകശാല അടയ്ക്കാൻ സമയമായി. മഴ തീരുന്നതുവരെ അടുത്തുള്ള ചായക്കടയിൽ പോകാമോ? രാഹുൽ ചോദിച്ചു. നന്ദിത ചിരിച്ചു. അവർ ചെറിയ ഒരു ചായക്കടയിൽ പോയി. ചൂടൻ ചായയുടെ മണവും മഴയുടെ ശബ്ദവും ചേർന്ന് ആ നിമിഷം അതീവ മനോഹരമായി.